ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധാരണ സ്ട്രീറ്റ് ലെവൽ മാർവൽ സൂപ്പർ ഹീറോയെ കുറിച്ചോ ഒരു മ്യൂട്ടന്റിന്റെ ഒന്നും കാര്യമല്ല. മാർവലിന്റെ എൻ്റർ യൂണിവേഴ്സിൽ തന്നെ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ചില വലിയ കോസ്മിക് എൻറ്റിറ്റികൾ ഉണ്ട്. അതിൽ പലതും നമ്മളുടെ മൾട്ടിവേഴ്സിന്റെയും യൂണിവേഴ്സിന്റെ ഒക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചിലതാണ്. MCU ഫേസ് 4ലെ എറ്റേണൽസ് എന്ന് പറയുന്ന സിനിമയിലാണ് സെലസ്റ്റിയൽസ് പോലുള്ള ഇത്തരം വലിയ എൻറ്റിറ്റികളെ നമ്മൾ പലരും കാണാൻ തുടങ്ങിയത് തന്നെ. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് സെലസ്റ്റിയൽസ് എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെയാണ്. അതാണ് ഡെത്ത് അഥവാ മരണം. കോമിക്സിൽ ലേഡി ഡെത്ത് എന്നുള്ള പേരിലാണ് ഈ ഒരു എൻറ്റിറ്റി കൺസെപ്റ്റിനെ മാർവൽ കാണിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി കോമിക്സിൽ നമ്മുടെ സ്വന്തം താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസ് നേടുന്നതും ഇൻഫിനിറ്റി ഗൗൺലെറ്റ് ഉപയോഗിച്ച് യൂണിവേഴ്സിന്റെ പകുതി ജീവനും തുടച്ചു നീക്കുന്നതൊക്കെ ഈ ഒരു ലേഡി ഡെത്തിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം. സോ നമുക്ക് നോക്കാം എന്താണ് ഡെത്ത് ഇൻ മാർവൽ. വെൽക്കം ടു ബിയോണ്ട്. സോ എന്താണ് ലേഡി ഡെത്ത് എന്നതിനേക്കാൾ അത് എന്തൊക്കെയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഡെത്ത് എന്ന് പറയുന്ന എൻറ്റിറ്റി ഒരു മനുഷ്യനല്ല, ഒരു സോഴ്സറോ ഒരു ഏലിയനോ നമ്മളെ സ്യൂസും ഓഡിനൊക്കെ പോലുള്ള ഒരു ഗോഡും അല്ല. എന്നാൽ എറ്റേണലും അല്ല, അതിനെ ക്രിയേറ്റ് ചെയ്തുള്ള സെലസ്റ്റിയൽ ബീങ്സിലും ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അബ്സ്ട്രാക്ട് എൻറ്റിറ്റീസ് എന്താന്നുള്ളത് മനസ്സിലാക്കണം. മാർവലില് എറ്റേണിറ്റി, ഇൻഫിനിറ്റി, ഡെത്ത്, ഒബ്ലിവിയൻ എന്നിങ്ങനെ 4 അബ്സ്ട്രാക്ട് എൻറ്റിറ്റീസുകൾ ഉണ്ട്. ഇവ 4 റെപ്രസെന്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ 4 കാര്യങ്ങളെയാണ്. ഇതിലിപ്പോ എറ്റേണിറ്റി നിങ്ങൾ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയുന്ന മൂവിയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് കോസ്മിക് എക്സിസ്റ്റൻസിനെയും പ്രപഞ്ചത്തിന്റെ തന്നെ സമയത്തിനെയും അതിന്റെ ഫ്ലോവിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇൻഫിനിറ്റി മാർവൽ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. അത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്പേസിനെയാണ്. ഒബ്ലിവിയൻ എന്ന് പറയുന്നത് എറ്റേണിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോൺ എക്സിസ്റ്റൻസിനെയും ഫൈനലി ഡെത്ത് മരണത്തിനെയും എല്ലാ ജീവനുകളുടെ അവസാനത്തെയും ആ ഒരു ബാലൻസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. അബ്സ്ട്രാക്ട് എൻറ്റിറ്റികൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു കൺസെപ്റ്റുകളെ മാർവൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ്. അല്ലാതെ ഇതിന് ഒരു ഒറിജിനോ അവസാനോ ഒരു രൂപമോ ഒന്നുമില്ല. ഇവ പൊതുവെ എല്ലാ യൂണിവേഴ്സുകൾക്കും കോമൺ ആയിട്ടാണ് ഉണ്ടാവുക. എന്തൊക്കെയായാലും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഡെത്തിനെ കുറിച്ച് തന്നെ പറയാം. ഡെത്ത് എന്നതിനെ ലേഡി ഡെത്ത് എന്നുള്ള പേരിലാണ് മാർവൽ കാണിക്കുന്നത്. 1973 ക്യാപ്റ്റൻ മാർവൽ 26 എന്ന് പറയുന്ന കോമിക്സിലാണ് ആദ്യമായിട്ട് ഇതിനൊരു രൂപമൊക്കെ കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ ഹൂഡഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമും ഒരു സ്കെലട്ടൺ മുകളിലുള്ള മിസ്റ്റീരിയസ് വുമൺ ഫിഗർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെ ബേസിക്കലി ലേഡി ഡെത്ത് എന്ന് പറയുന്നത് മാർവൽ യൂണിവേഴ്സിലെ മരണത്തിന്റെ പേഴ്സണിഫിക്കേഷൻ ആണ്. 2024 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അഗാഥ ഓൾ അലോങ് എന്ന് പറയുന്ന മാർവൽ TV സീരീസിലാണ് ലേഡി ഡെത്തിനെ MCUയിൽ കാണിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ സെയിം രീതിയിലുള്ള ഒരു ഹ്യൂമൻ അവതാർ എന്നുള്ള പോലെയൊക്കെയാണ് കാണിച്ചത്. ആ ഒരു സീരീസിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ഡെത്തിനെ കാണിക്കുന്നത് ആക്ച്വലി. കാരണം സീരീസിൽ അഗാധയുടെ ലവർ ആയിരുന്നു ഈ പറയുന്ന ഡെത്ത് എന്ന് വരെ പറയുന്നുണ്ട്. കോമിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താനോസ് ഡെത്ത് എന്ന് പറയുന്ന ഈ എൻറ്റിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനോട് ഒബ്സസ്ഡ് ആയിട്ട് നടക്കുന്നതൊക്കെ കാണാം. സിനിമയിലെ താനോസ് ഈ ഇൻഫിനിറ്റി സ്റ്റോൺസിന് വേണ്ടി കാണിക്കുന്ന പരിപാടികളും സാക്രിഫൈസും സ്നാപ്പും ഒക്കെ യൂണിവേഴ്സ് ബാലൻസ് ചെയ്യാൻ എന്നുള്ള ഒരു നല്ല ഉദ്ദേശമായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആക്ച്വൽ കോമിക്സിൽ പുള്ളി ഇതെല്ലാം ചെയ്തത് ലേഡി ഡെത്തിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി, ഡെത്ത് താനോസിനെ റിജക്ട് ചെയ്തു. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉള്ളപ്പോഴാണ് സീരീസിൽ ഈ അഗാധയും ലേഡി ഡെത്ത് ഒക്കെ ലവേഴ്സ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയായാലും ലേഡി ഡെത്തിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് എല്ലാ ജീവനുകളുടെയും നാച്ചുറൽ ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജനിക്കുക, ജീവിക്കുക, മരിച്ചു പോവുക എന്നുള്ള ഈ ഒരു ഓർഡർ പ്രപഞ്ചത്തിൽ നിലനിർത്തുക എന്നുള്ളത്. പല ക്യാരക്ടേഴ്സും MCUയിൽ ഡാർക്ക് മാജിക് പോലുള്ള പല പവേഴ്സ് യൂസ് ചെയ്തിട്ട് മരണത്തിനെ ചീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവരെ ഡീൽ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കണം ഡെത്തിനെ കുറിച്ച് ഹ്യൂമൻ ലൈക്ക് രൂപത്തിലും പവേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു യൂഷ്വൽ മാർവൽ വില്ലൻ എന്നൊക്കെയുള്ള പോലെയൊക്കെ കാണിക്കുന്നത്. എന്നാൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യരൂപമല്ല. ഫോർ എക്സാമ്പിൾ മരണത്തിനെ ജീവനെയും ദൈവത്തിനെയും ഒക്കെ മനസ്സിലാക്കാൻ ഒരു എളുപ്പത്തിന് മനുഷ്യരൂപമുള്ള ദൈവങ്ങളൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ മിത്തോളജീസ് നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ എനിവേ മാർവൽ അഗാഥ ഓൾ അലോങ് എന്ന് പറയുന്ന സീരീസ് കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഡെത്തിനെ കാണിച്ചു കഴിഞ്ഞു. ഇവിടെ ലേഡി ഡെത്തിന്റെ വേറെ പവേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതിലൊന്ന് എന്തിന്റെ ഡെത്ത് തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ സോൾ മാനിപ്പുലേഷനും പെടും. റിയാലിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടൊക്കെ തന്നെ ഹ്യൂമൻ അവതാർ ആയിട്ട് ഇരിക്കുമ്പോൾ ഫിസിക്കൽ അറ്റാക്സ് ഒന്നും ഡെത്തിന് ബാധകമല്ല. ആക്ച്വലി ഡെത്ത് എന്ന് പറയുന്നത് കൊല്ലാൻ പറ്റുന്ന ഒന്നല്ലല്ലോ, അതൊരു യൂണിവേഴ്സൽ അബ്സ്ട്രാക്ട് എക്സിസ്റ്റൻസ് അല്ലേ. ഇനിയിപ്പോ ബാക്കി നിൽക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ എങ്ങാനും ലേഡി ഡെത്തിനെ കാണിക്കുമെന്നാണ്. കാരണം പലതുണ്ട്. ഇപ്പൊ ഡൂംസ്ഡേയിൽ നടക്കാൻ പോകുന്നത് എന്താ, മൾട്ടിവേഴ്സിന്റെ കൊളാപ്സ് ആണ്. ഒരുപാട് ജീവനുകളുടെ മരണം അവിടെ സംഭവിക്കും. അത് ആക്ച്വലി സംഭവിക്കേണ്ട ഒന്നാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ മൾട്ടിവേഴ്സ് ലെവൽ കാര്യങ്ങളൊക്കെയാണ് നടക്കാനിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് എൻറ്റിറ്റീസും സെലസ്റ്റിയൽസും ഒക്കെ വെറുതെ നോക്കിയിരിക്കുമെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. സത്യം പറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എറ്റേണൽസ് എന്ന് പറയുന്ന സിനിമയുടെ ശേഷം മാർവൽ സെലസ്റ്റിയൽസിനൊക്കെ ഒഴിവാക്കിയ മട്ടാണ്. അവരെ കുറിച്ചുള്ള ഒന്നും തന്നെ പ്രോപ്പർ ആയിട്ട് പിന്നീട് കാണിച്ചിട്ടില്ല. എന്തൊക്കെയായാലും നമ്മൾ ഡൂമിന്റെ ലാറ്റോരിയം വെച്ച ആർമി എന്താണ്, അത് ആരൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ഗ്രീൻ ലാറ്റോരിയം വെച്ച് ആരായിരിക്കും എന്നതിന് പല പോസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓൾറെഡി മാർവൽ MCUയിൽ ലേഡി ഡെത്തിനെ കാണിച്ചിട്ടുണ്ട്.
പവേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഗ്രീൻ തീമിൽ ലോക്കിയുടെയും സിൽവിയുടെ ഒക്കെ പോലെ തന്നെ ആയിരുന്നു. സോ ഇനി എങ്ങാനും ഡൂമിന്റെ കൂടെ ഗ്രീൻ ലാറ്റ്വേരിയൻ വിച്ച് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലേഡി ഡെത്ത് തന്നെ ആവുമെന്നാണ് എന്റെ ഒരു തോട്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ മൾട്ടിവേഴ്സൽ യുദ്ധങ്ങളാണ്. ഡോക്ടർ ഡൂമിനേക്കാളും വലിയൊരു എൻറ്റിറ്റിയാണ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഡെത്ത് ഒക്കെ. സോ ഇത്തരം വലിയ എൻറ്റിറ്റികൾക്ക് ഇടപെടാനുള്ള ഒരു റീസൺ തന്നെയാണ് മൾട്ടിവേഴ്സൽ കൊളാപ്സ്. എന്നാൽ കോമിക്സിൽ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലാത്ത കാരണം ഇതൊരു നല്ല പോസിബിലിറ്റി ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ലാറ്റ്വേരിയൻ വിച്ചസ് തന്നെ കോമിക്സിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്രയൊക്കെയാണ് ലേഡി ഡെത്തിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലുള്ള മാർവലിലെ അൺനോൺ ആയിട്ടുള്ള എൻറ്റിറ്റീസിനെയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടി തരണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.